എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സസ് അക്യുമുലേഷൻ ഓഫ് ബോഡി ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ് അഡിപ്പോസ് ടിഷ്യൂവിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒബേസിറ്റി എന്ന് പറയുന്നത്. ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡിയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയും. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ഒബേസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് വെയിറ്റ് പ്രൊപ്പോർഷൻ നോക്കിയിട്ടുള്ളതാണ്. ഒബേസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് കാൽക്കുലേഷൻ, BMI. BMI എന്ന് പറഞ്ഞാൽ ഒരാളുടെ വെയിറ്റ് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് ബൈ kg ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതായത് ഒരു 85 കിലോ ഉള്ള വെയിറ്റ് ഉള്ള ഒരാൾ ഒരു 169 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് മീറ്റർ ആക്കണം. അപ്പോൾ ഒരു 1.69 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അപ്പോൾ ഈ പറയുന്ന 85 ബൈ 1.65 69 ഓൾ സ്ക്വയർ, അതൊരു റേഞ്ച് ഉണ്ട്. അതിൻ്റെ ആ ആൻസറിന് ഒരു 18.5 മുതൽ അല്ലെങ്കിൽ 18 to 25, 18.5 മുതൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 24.5 വരെ എന്താണ് പറയുന്ന നോർമൽ വെയിറ്റ് ആണ്. 18.5, 18 താഴെയാണെങ്കിൽ അത് അണ്ടർ വെയിറ്റ് ആണ്. 24.5 അതെങ്കിൽ 25 to 29.5 അല്ലെങ്കിൽ 29 ആ റേഞ്ചിലുള്ളതാണെങ്കിൽ ഒബേസ് ആണ്. എബവ് 30 ആണെങ്കിൽ 29.5 വരെ ഓവർ വെയിറ്റ് ആണ്. എബവ് 30 എന്ന് പറയുന്നത് ഒബേസിറ്റിയാണ്. അതായത് 30 BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് 30 ആണ് കിട്ടുന്നത് എങ്കിൽ അത് ഒബേസ് ആണെന്നാണ് അർത്ഥം. ഇനി ഒബേസിറ്റി കാൽക്കുലേഷൻ മെന്നിലും വുമണിലും രണ്ടായിട്ട് പറയാം. എന്താണ്, നമ്മുടെ 25% ഓർ ഗ്രേറ്റർ ടോട്ടൽ ബോഡി ഫാറ്റ് ആണ് മെൻ. 35% എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇൻ വുമൺ ആണ് എന്ത് ഈ ഒബേസിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പല മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്കിൻ ഫോൾഡ് തിക്നെസ് നോക്കിയിട്ട്, ബയോളജിക്കൽ ഇംപെഡൻസ് നോക്കിയിട്ട്, അണ്ടർ വാട്ടർ വെയിറ്റ് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡി വെയിറ്റിന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ്? BMI കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇനി ഒബേസിറ്റിയുടെ കാരണങ്ങൾ പറയാം. അതായത് ഈ ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ, നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതായത് ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ പറയുന്ന അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഉണ്ടായിരിക്കും. ഈ ഒബേസിറ്റിയുടെ കോസസ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് എന്ന് പറയുന്നത് ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്സ് ഇതൊന്നും ഇല്ലാതെ ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യും? മസിൽ മാസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന, എക്സസൈസ് ഇല്ലാതെ TV കാണുന്നത്, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ലാപ്പിൽ വർക്ക് ചെയ്യുന്നവർ, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ ഉള്ള കാർബോഹൈഡ്രേറ്റ് ഒന്നും എന്താവില്ല, നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ നമ്മളൊരു റിസർച്ച് നടത്തിയപ്പോൾ അതിൽ കാണുന്നത് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഒബേസിറ്റി ഉള്ളത്. അടുത്തത് അബ്നോർമൽ ഫീഡിങ് ബിഹേവിയർ. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമാണ്. എന്താണ്, നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ അബ്നോർമലായിട്ട് ചില ബുളീമിയ,
അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഒബേസിറ്റിക്ക് ലീഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്ട്രെസ്സായിരിക്കും, ചില ആൾക്കാർ എന്ത് ചെയ്യും, നല്ല വിഷമമുള്ള സമയത്ത് സ്ട്രെസ്സായിരിക്കുന്ന സമയത്തൊക്കെ എന്താകും, ഓവറായിട്ട് ഫുഡ് കഴിക്കും. പക്ഷേ അത് എക്സസീവായിട്ട് എനർജി ഇൻടേക്ക് ചെയ്യുകയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ദിവസം തന്നെ 3-4 തവണ ഫുഡ് കഴിക്കുന്ന രീതികളുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യും, സിവിയർ ആയിട്ടുള്ള പെയിനുകൾ വരുമ്പോൾ, പിന്നെ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. അതേപോലെ അസുഖങ്ങൾ വരുമ്പോൾ, ഡിപ്രഷനിലാകുമ്പോൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ ഒരുപാട് ഫുഡുകൾ ഇൻടേക്ക് ചെയ്യും. ഈ പറയുന്ന അബ്നോർമൽ ഫീഡിങ് ബിഹേവിയേഴ്സ് എന്ത് ചെയ്യും, എക്സസ് എമൗണ്ട് ഓഫ് ഫുഡ് ബോഡിയിലേക്ക് എടുത്തിട്ട് അത് എനർജി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഒബേസ് ആയിട്ടിരിക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, രണ്ടാമത്തത് അബ്നോർമൽ ഫീഡിങ് ബിഹേവിയർ. അടുത്തതാണ് ചൈൽഡ്ഹുഡ് ഓവർ ന്യൂട്രീഷൻ. അതായത് പാരൻസ് നമുക്ക് ചെറുപ്പത്തിലെ ഒരുപാട് ഫുഡുകൾ തരിക, അതായത് കുട്ടിക്ക് മടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ പ്രോപ്പർ അത് ഒരുപാട് ഫുഡുകൾ ഓവറായിട്ട് കുട്ടിക്ക് കൊടുക്കുക. അങ്ങനെ അത് കുട്ടിയുടെ ശീലമായിരിക്കുമ്പോൾ, അതായത് ജങ്ക് ഫുഡുകൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഈ പറയുന്ന പിസ്സ, ബർഗർ അങ്ങനെയുള്ള ജങ്ക് ഫുഡുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ കഴിക്കുമ്പോൾ കുട്ടിക്ക് എന്താ ചെയ്യും, ഓവർ വെയിറ്റ് വന്നുകൊണ്ടിരിക്കും. അതും പിന്നീട് ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. കുട്ടികളാകുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഫാറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ ബോഡിയുടെ അക്യുമുലേറ്റ് ചെയ്യും. ശരിക്കും കുട്ടികൾക്കൊരു ചൈൽഡ്ഹുഡ് വരെ ഡയറ്റ് നോക്കിയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. പക്ഷേ ഇത് ഓവറായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത ഒരു റീസണാണ് ന്യൂറോജനിക് അബ്നോർമാലിറ്റീസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് ഹൈപ്പോതലാമസിലാണ് നമ്മുടെ ഫീഡിങ് സെൻറ്റേഴ്സും സാറ്റിസ്ഫൈസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈപ്പോതലാമസിൽ ലെഷൻസ് വരുമ്പോൾ, വെൻട്രോമീഡിയൽ ന്യൂക്ലിയയിലൊക്കെ ലെഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എക്സസീവായിട്ട് ഈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ടെൻഡൻസി വരും. നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടില്ല എന്ന് തോന്നും. എത്ര ഫുഡ് കഴിച്ചാലും എന്ത് ചെയ്യില്ല, അത് മനസ്സിന് മൈൻഡിന് ഒരു സാറ്റിസ്ഫിക്കേഷൻ വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഡാമേജ്, എന്തെങ്കിലും ഹൈപ്പോതലാമസിന് ഡാമേജ് വന്നാൽ അവിടുത്തെ ന്യൂറോൺസുകൾക്കോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ലെഷൻസോ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സസീവായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അത് ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അടുത്തത് ജെനറ്റിക് ഫാക്ടേഴ്സ്. ജെനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി പരമായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ ഒബേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ഈറ്റിംഗ് ഹാബിറ്റ് ആയിരിക്കും അവരുടെ ജെനറ്റിക്കലി അവർക്ക് ഷെയർ ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ എന്താണ്, അവരുടെ ഫാമിലിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി പാറ്റേഴ്സും സെയിം ആയിരിക്കും. ആ ഒരു ജെനറ്റിക് ഫാക്ടേഴ്സോട് കൂടിയിട്ടും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒബേസിറ്റി കണ്ടീഷൻസ് വരാം. ഇനി ചില കണ്ടീഷൻസിൽ സർട്ടൻ ഡിസീസ് ആൻഡ് മെഡിക്കേഷൻസ്. അടുത്ത റീസണാണ് സർട്ടൻ ഡിസീസസ് ആൻഡ് മെഡിക്കേഷൻസ്. ഇപ്പോൾ ഈ PCOD ഉള്ള ആൾക്കാർ, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാർ, കുഷ്യൻ സിൻഡ്രം ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് ഒക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒബേസിറ്റി വരാം. അത് മെഡിസിൻസ് ഉണ്ടെങ്കിൽ ആർത്രൈറ്റീസിന്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനൊക്കെ മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുമ്പോൾ, സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഈ പറയുന്ന ഒബേസിറ്റി വരാം. നമ്മുടെ ബോഡി മെറ്റാബോളിസം കുറയുമ്പോൾ ഒബേസായിട്ട് മാറും. അടുത്ത കേസ് അപ്പോൾ പ്രഗ്നൻസി എന്നുള്ള കേസ്. പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേബി ബോൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് വയ്ക്കുന്നുണ്ട്. അതും ഒബേസിറ്റിക്ക് ലീഡ് ചെയ്യാം. ആഫ്റ്റർ പ്രഗ്നൻസി, ആഫ്റ്റർ ബർത്ത് കുട്ടികൾ, ഈ പാരൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ലേഡിക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചില കണ്ടീഷനിൽ. അങ്ങനെ ഒബേസ് ആയിട്ട് വരാം. അടുത്തത് ക്വിറ്റിംഗ് സ്മോക്കിംഗ്.
ചില കണ്ടീഷനിൽ സ്മോക്കിംഗ് വിഡ്രോവൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒബേസിറ്റി വരാം. അതായത് സ്മോക്കിംഗ് ചെയ്യുന്ന സമയം ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പറയുന്ന വെയിറ്റ് ഒബേസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് ലാക്ക് ഓഫ് സ്ലീപ്പ്. ഇനഫ് സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അവർക്ക് അപ്പറ്റൈറ്റിനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഈ ഹോർമോൺസ് അപ്പറ്റൈറ്റ് ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ക്രേവിങ്സ് കൂടുതലായിരിക്കും ഫുഡിനോടുള്ളത്. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടും. അതുകൊണ്ട് തന്നെ നോർമലി വെയിറ്റ് ഗെയിൻ ചെയ്യും. പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒബേസ് ആവാനുള്ള ഒരു മേജർ റീസൺ ആണെന്ന് പറയും. സൈക്കോളജിക്കലി ഒബേസ് ആവാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യമാണ് എന്ത്, സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹൈ കലോറി ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി ആളുകൾക്ക് കൂടുതലാണ്. ഇത് ഒബേസിറ്റിക്ക് ലീഡ് ചെയ്യും. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒബേസിറ്റി എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഒന്ന് എക്സസൈസ്. റീസൺ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് തന്നെ. ലാക്ക് ഓഫ് എക്സസൈസ് ആണ് ഒബേസിറ്റിക്ക് ലീഡ് ചെയ്യുന്നെങ്കിൽ പ്രോപ്പർ എക്സസൈസ് ആൻഡ് ഡയറ്റ് കൺട്രോളാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ലെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബേസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയും, ആംഫിറ്റമിൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ഹൈപ്പോതലാമസ് ലെഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ഹെൽത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാകുമ്പോൾ ഹെൽത്ത് ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബേസ് ആവില്ല, നോർമൽ ബോഡി വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. BMI കൺട്രോൾ ചെയ്ത് വെക്കുക, നോർമലാക്കി വെക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ്, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് BMI നോർമലാക്കി വെച്ചാൽ. പിന്നെ ലാസ്റ്റ് റെമഡിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് ഒന്ന് സർജറി എന്ന് പറയുന്നത്. നമുക്ക് എക്സസൈസിലെ ഫാറ്റിനെ സർജറി ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി, ഗ്യാസ്ട്രിക് ബാൻഡിങ് സർജറി, അങ്ങനെയുള്ള സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സസൈസിലെ ബോഡി ഫാറ്റിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഡയറ്ററി ചേഞ്ചസ് പറയാം. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് എത്രയും ആകുമ്പോൾ തന്നെ ഒബേസിറ്റി കുറഞ്ഞു വരും. ചില ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. അതിലൊന്ന് പറയുന്നത് അനോറെക്സിയ നെർവോസ എന്നുള്ളതാണ്. അതൊരു സൈക്കോളജിക്കൽ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയാം. അതായത് ഒരു എക്സിബിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സിവിയർ വെയിറ്റ് ലോസ് ആണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടായിരിക്കാം, ഇപ്പം അടുത്തൊക്കെ കുറേ പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ പേടിയാണ്, എക്സസീവായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ മെലിയുന്നുണ്ടോ, അല്ല വെയിറ്റ് വെക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനാണ് ഈ കുട്ടികൾക്ക് ഇന്നുണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയും മെലിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ അവർക്ക് എക്സ്ട്രീം ഫിയർ ഫോർ ഗെയിനിങ് വെയിറ്റ്. അവർക്ക് എന്താണ്, മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഞാൻ വണ്ണം വെച്ചതായി തോന്നുന്നുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര വണ്ണമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവർക്ക് തോന്നുകയാണ് അയ്യോ ഞാൻ തടിച്ചിട്ടുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താ തോന്നുക എന്നുള്ള ഒരു എന്താണ് നെർവസ്നെസ് ആവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കുക. അതൊക്കെയാണ് അനോറിക്സിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അവർ ഫുഡുകൾ നോക്കുമ്പോൾ എന്താണ്, ഒരുപാട് കലോറീസ് ഉള്ള ഫുഡുകൾ കഴിക്കില്ല, ഫുഡുകൾ ലിമിറ്റ് ആയിട്ടേ കഴിക്കുള്ളൂ, ഒരുപാട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും വെയിറ്റ് വെക്കുക എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇവർ നമുക്ക് ഈ പറയുന്ന ന്യൂട്രീഷൻസ് ഒന്നും അടങ്ങാതെ എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരു ഫുഡ് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും, മോട്ടിവേഷനും കുറവായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, ഡിപ്രഷൻ, ആൻസൈറ്റി. അതൊക്കെ എന്താണ് ഈ പറയുന്ന അനോറിക്സിയയുടെ കണ്ടീഷൻസ് ആണ്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി പറയുന്ന കുട്ടികൾക്ക് എന്താണ് സിംറ്റംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സിവിയർ വെയിറ്റ് ലോസ് ആണ്, അബ്നോർമൽ ബ്ലഡ് കൗണ്ട്,
ഇൻക്രീസ്ഡ് ഫാറ്റിക്, ഇൻസോംനിയ, ഡിസിനസ് ഒക്കെ കൂടുതലായിരിക്കും. കൂടുതലായിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, യങ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെയാണ് ഈ പറയുന്ന അനോറിക്സിയ കാണാറ്. ചില കേസിൽ അതെന്താണ് സിവിയർ ഡെത്തിലേക്ക് വരെ പോകും. പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിട്ട് ഡെത്ത് കണ്ടീഷനിലേക്ക് അടക്കം പോവാറുണ്ട്. ഓക്കെ, താങ്ക് യു.